നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഈ പൂഞ്ഞാറിലും പാലായിലും നമ്മൾ വിചാരിക്കാത്തത് എന്തോ അവിടെ നടന്നിട്ടുണ്ട്. അന്തർധാരയിൽ ഈ അപ്പനെയും മകനെയും തോൽപ്പിക്കാൻ വേണ്ടി അവിടെ UDFും LDFും തമ്മിൽ എന്തെങ്കിലും ധാരണ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ത്രികോണ മത്സരമാണ് അവിടെ നടക്കുന്നതെന്നാണ് നമ്മൾ ആദ്യം തൊട്ട് കേട്ടത്, അല്ലേ? പൂഞ്ഞാറിലെ നമ്മുടെ പബ്ലിക് ക്ലോസറ്റും അതിൻ്റെ ഓവർഫ്ലോ ആയിട്ടുള്ള മകനും വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും, ഞങ്ങൾക്ക് വേണ്ടി 2 കസാര നിയമസഭയിൽ ഓൾറെഡി റെഡിയാക്കി ഇട്ടിരിക്കുന്നു എന്നാണ് അപ്പനും മകനും വന്നുകൊണ്ട് ഗീർവാണം മുഴക്കിയത്. ഗീർവാണം മുഴക്കാൻ ഇവരൊന്നും ഒട്ടും പിന്നോട്ടല്ലല്ലോ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രാവശ്യം 2020യുടെ ഭാഗമായിട്ട് നമ്മുടെ മറ്റേ ചേച്ചി ഉണ്ടായിരുന്നല്ലോ, സിനിമാ നടി. നിങ്ങൾക്കറിയാന്നേ, ഈ പഴയ വസ്ത്രത്തിൽ നിന്ന് മാറിയിട്ട് പുതിയ വസ്ത്രത്തിലേക്ക് കയറിയൊരു ഫീല് കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള അമ്മച്ചിയില്ലേ, ആ അമ്മച്ചിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? അരമനയുടെ തിണ്ണനിറങ്ങാൻ BJP നേതാക്കൾ പോകരുത്, എത്ര ഉരുട്ടി കൊടുത്താലും അവർ പിന്തുണയ്ക്കില്ല. അതായത് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ കുറിച്ചിട്ടാണ് അമ്മായി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സമൂഹം മാത്രമല്ല, ന്യൂനപക്ഷ വിഭാഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഇവിടുത്തെ ഐക്യ ജനാധിപത്യ മുന്നണി അങ്ങോട്ട് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ അങ്ങോട്ട് വിജയിപ്പിച്ചു. അതൊരു ഭരണവിരുദ്ധ വികാരമൊന്നും അല്ല. ഇത് ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിച്ചു. പക്ഷെ ആ മാറ്റം BJPക്ക് കൊടുക്കാൻ ആളുകളൊന്നും തയ്യാറല്ല കേട്ടോ. ഇപ്പൊ നമ്മുടെ ചാത്തന്നൂരിൽ നിന്നും മറ്റൊരു വാർത്ത വരുന്നുണ്ട്. കാരണം സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു സീറ്റാണല്ലോ BJPക്ക് കൊല്ലം മണ്ഡലമായിട്ടുള്ള ചാത്തന്നൂരിൽ ലഭിച്ചത്. 10, 28, 30 വർഷമായിട്ട് CPMന്റെ കുത്തക സീറ്റായിരുന്നു അത്. 2ാം സ്ഥാനത്ത് എത്തിയത് അവിടെ കോൺഗ്രസിന്റെ നേതാവായിരുന്നു. എന്തായാലും അവിടെയും ഒരു അന്തർധാര നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നത്. ഈ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ പറയുന്ന BJPയുടെ നേതാവിനെ വിജയിപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് മറിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണമായിട്ടാണ് ഇപ്പം കോൺഗ്രസിന്റെ വക്താവ് ഇപ്പം മുന്നോട്ട് വന്നിരിക്കുന്നത്. അത് പല സ്ഥലത്തും, ഇപ്പം നേമത്താണെങ്കിലും കഴക്കൂട്ടത്താണെങ്കിലും ഒക്കെ നമുക്ക് ആ വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇവിടെയൊക്കെ BJPയെ വിജയിപ്പിക്കാൻ വേണ്ടി ഒരു ചെറിയ അന്തർധാര ഇവർ നടത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പാലക്കാട്ടോട്ടൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ലല്ലോ. കാരണം അവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് രമേശ് പിഷാരടിയെ വിജയിപ്പിച്ചത്. കാരണം കിറ്റ് കൊടുത്തും പൈസ കൊടുത്തും കള്ളത്തരങ്ങൾ പറഞ്ഞും നിഴലും മുല്ലപ്പൂവൊക്കെ വെച്ച് നിഴൽ ശോഭ ചേച്ചി നടത്തിയിട്ടുള്ള പൊറോട്ട നാടകങ്ങളൊക്കെ നമുക്ക് ഒത്തിരി അറിയാമല്ലോ. അപ്പൊ അങ്ങനെ BJPയുടെ എല്ലാ നേതാക്കന്മാരുടെയും ഈ വമ്പൻ തോൽവിക്ക് 10 പ്രാവശ്യം നിന്ന് 10 പ്രാവശ്യം 8 നിലയിൽ പൊട്ടിയ നമ്മുടെ ശോഭാ ചേച്ചിയും അതുപോലെ നമ്മുടെ സുരേന്ദ്രൻ ചേട്ടനും ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്താണെങ്കിലും സ്വന്തം ചാനലായിട്ടുള്ള നമ്മുടെ ഏഷ്യാനെറ്റിനകത്ത് ഇലവറ്റകളെയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് വറുത്ത് കോരി പൊരിക്കുന്ന ഒരു കിടിലൻ വീഡിയോ, ചിരിച്ച് തലകുത്തി മറിയും അമ്മാതിരി ഒരു കിടിലൻ ട്രോൾ വീഡിയോ വന്നിട്ടുണ്ട്. നമ്മളെന്തായാലും ടെൻഷനൊക്കെ അടിച്ചിരിക്കുകയാണല്ലോ, അല്പവും നമുക്ക് ചിരിക്കാം. നമ്മൾ കേരളത്തിൽ ചിരിപ്പിക്കാനായിട്ട് വേറെ കുറെ മരവാഴകൾ ഈ 2020യുടെ ഭാഗമായിട്ട് ഇറങ്ങിയായിരുന്നു. കീറ്റക്സ് അണ്ണൻ പറഞ്ഞതൊക്കെ കേട്ടാൽ നമ്മൾ തകർന്നു പോകും കേട്ടോ. കീറ്റക്സ് അണ്ണൻ പറഞ്ഞ എന്താണ്, എറണാകുളം ജില്ലയിൽ ഞങ്ങൾ ഒരു 5 സീറ്റിൽ ഷുവറായിട്ട് ഞങ്ങൾ ജയിച്ചിരിക്കും. അതിന് എറണാകുളത്തെ ജനങ്ങളുടെ തലയ്ക്കകത്ത് ചാണകമല്ല എന്നുള്ളത് അവർ തെളിയിച്ചു തന്നല്ലോ, അല്ലേ? പിന്നെ ഈ 3 കിട്ടിയതിൻ്റെ ഗീർവാണവും 3 കിട്ടിയതിൻ്റെ വീരവാദമൊന്നും നീ ഒന്നും മുഴക്കണ്ട. അത് ചില ആളുകളുടെ പിടിപ്പുകേട് കൊണ്ട് മാത്രം കേരളത്തിൽ ഈ താമര തൽക്കാലം ഒന്ന് വിരിഞ്ഞു എന്ന് മാത്രം. അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു കിടിലം വീഡിയോ ഒന്ന് കണ്ടാലാം, ചിരിച്ചു മറിയല്ലോ. പൂഞ്ഞാറിലും പാലായിലും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. ഞാനും ഷോൺ ജോർജും കേരള നിയമസഭയെ കാണും. കേരള നിയമസഭയെ കാണും. സത്യമാ കേരള നിയമസഭയെ കാണും. ഹലോ. പരാജയം എപ്പോഴും പരാജയമാണ്. PC ജോർജ് ജയിച്ചതിന്റെ ചെലവെപ്പോഴാ കിട്ടും? ബിസി ആയി പോയോണ്ട. പക്ഷെ വേറെ കുഴപ്പമില്ല, 4-ാം തീയതി ആകുമ്പോഴത്തേന് സ്വീകരണവും ബഹളമൊക്കെ പോടി. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാ ചെലവായി വേണ്ടേ? കേക്കുണ്ടാവും, സമൂസ ഉണ്ടാവും, വേറെന്തെങ്കിലും വേണോ? കേക്ക്, പിന്നെ സമോസ, ആകെ കൈകാര്യം ചെയ്യാൻ ചെയ്യും. ധൈര്യമായിട്ടുണ്ട്. ധൈര്യം ആരും കൈവിടരുത്. നിങ്ങൾ കാര്യം ചെയ്യും. 5-ാം തീയതി എല്ലാവരും വന്നേരം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. ചിഹ്നം താമരയാണെങ്കിലും കയ്യിൽ കദളിപ്പഴവുമായി മണ്ഡലത്തിലുടനീളം സഞ്ചരിച്ച ഗോപാൽജിയുടെ കാര്യം ഠോ. നല്ല നൃത്തം. നിർണായക സ്വാധീനങ്ങളിൽ ഒന്നായി മാറിയ വെള്ളാപ്പള്ളി നടേശൻ സാറ് പ്രവചിച്ചതാണ്. ചെറിയ ഭൂരിപക്ഷത്തോട് ജയിക്കും.
LDF ജയിക്കും. അയ്യോ അനുഭവിച്ചു അത് 100%. ഏതായാലും കാര്യങ്ങൾ നന്നായി തന്നെ അവസാനിച്ചു. 100 വിട്ടൊരു കളിയുമില്ല. അല്ല, പാലായിൽ എന്താ അവസ്ഥ? MP-യുടെ വണ്ടിയും വെച്ചുകൊണ്ട് MLA-ക്ക് വോട്ടും ചോദിച്ചു കിടക്കുക. ഓക്കെ, അവിടെ NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജ് ജയിക്കും, ഒരു സംശയം വേണ്ട. ജയിച്ചു. സ്ഥാനാർത്ഥി ശ്രീ മണി സി കാപ്പനെ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. BJP-യുടെ പ്രവർത്തകർ ആണുങ്ങളെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് മാറുന്നത്. ശരിയാണ്. പിന്നെ കഴിഞ്ഞ 5 വർഷത്തെ നിഷ്ക്രിയത്വം കണ്ട് ജനം എനിക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട്. കേക്ക് കിട്ടാത്തവർ ഇന്ന് സന്ധ്യയോടുകൂടി പൂഞ്ഞാറിൽ എത്തിച്ചേരേണ്ടതാണ്. ഒന്ന് മാറിയിക്കോ, ചെവി പൊത്തോ ചെയ്യണേ. ശോഭേച്ചി പടക്കം പൊട്ടിക്കാൻ പോവാണ്. എന്തായാലും പാലക്കാട് ഞങ്ങൾ പടക്കം പൊട്ടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പടക്കത്തിന്റെ ഒച്ച ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇതെന്റെ 10ാമത്തെ തെരഞ്ഞെടുപ്പാണ്. 9 തെരഞ്ഞെടുപ്പുകളിലും 9 എണ്ണത്തിൽ തോറ്റു. അപ്പൊ 10ാമത്തേത് അത് തോറ്റത് ശോഭേച്ചിയല്ല, ഓരോ നിഴലാണ്. നിങ്ങൾക്ക് സുഹൃത്തെ ഇതിൽ ഒരു നിഴലാണ്. ഓക്കെ, മഞ്ചേശ്വരത്ത് എത്രയാണ് NDA-ന്റെ പ്രതീക്ഷ എന്നാ? അതൊരു 1.5 ലക്ഷം. ജനങ്ങളൊരു പോസിറ്റീവ് വോട്ടിംഗ് ഇത്തവണ മഞ്ചേശ്വരത്തും കാസർഗോഡും നൽകും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. തളരരുത് രാമൻകുട്ടി, തളരരുത്. സംശയമില്ല. അല്ല, എന്തായിരുന്നു ഗോപാൽജിയുടെ പ്രശ്നം? മതമാണ് മതമാണ് മതമാണ്. ഗുരുവായൂരത്തെ ജനങ്ങൾ പറഞ്ഞു മതമല്ല 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 പ്രശ്നം. ഇത് പാർട്ടിയുടെ നിശ്ചയത്തെക്കാൾ കൂടുതൽ കൊടുങ്ങല്ലൂരമ്മയുടെ നിശ്ചയമായിരിക്കും. ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകും. BJP-ക്ക് മന്ത്രിമാരുണ്ടാകും. NDA-ക്ക് മുഖ്യമന്ത്രി ഉണ്ടാകും ഈ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ. കാരണം ശ്രീമാൻ മോദിയാണ് ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ളത്. ഡബിൾ എഞ്ചിനാ? കേരളത്തിൽ ആരധികാരത്തിൽ വരണമെന്ന് ഞങ്ങൾ BJP-ക്കാർ NDA നിശ്ചയിക്കും. ഏതൊരു സംശയവും വേണം. കേരളം അങ്ങനെയാണെന്നേ, ആയി അങ്ങനെ മാറാത്തതിന് മാറൂന്നാണല്ലോ ഞങ്ങൾ പറഞ്ഞത്. അതൊക്കെ സംഭവിക്കും. ഞങ്ങൾ തീരുമാനിക്കും കേരളം ആര് ഭരിക്കണമെന്നുള്ളത്. ഞങ്ങൾ തീരുമാനിക്കുമെന്നാണ് നമ്മുടെ ടോർച്ച് സുര ഇലക്ഷന് മുമ്പ് പറഞ്ഞതല്ലേ. എന്താണെങ്കിലും ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളതെന്നറിയാം, ഗുരുവായൂരപ്പൻ ഒരു പച്ച വർഗീയവാദിയെ കാലേ വാരി അങ്ങ് നിലത്തടിച്ചു എന്നുള്ളതാണ്. കാരണം ഈ 5ാം സ്ഥാനത്ത് ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നെങ്കിൽ അതിലും താഴെ ഇവൻ പോയേനായിരുന്നു. 3 or 4 വരെ ഉള്ളതുകൊണ്ട് 3 വരെ ഉള്ളതുകൊണ്ട് 3ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. പിന്നെ അടിയിൽ നിന്ന് എണ്ണുകയാണെന്നുണ്ടെങ്കിൽ ലവൻ ജയിച്ചതായിട്ട് നമ്മൾ പ്രഖ്യാപിക്കും. 1ാം സ്ഥാനത്താണല്ലോ അടിയിൽ നിന്ന് എണ്ണപ്പോഴത്തേക്ക്. ഇതുപോലത്തെ പച്ച വർഗീയത പറയുന്ന എല്ലാ മതബോളികളെയും കേരളത്തിലെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന ജനങ്ങൾ ഒന്നടങ്കം പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം രാജീവ് ചന്ദ്രശേഖർ അത്ര വലിയ രീതിയിലുള്ള പച്ച വർഗീയത പറയുന്ന ഒരാളൊന്നുമല്ല. അതുപോലെ തന്നെ ഇപ്പം കൊല്ലത്ത് ജയിച്ചിട്ടുള്ള ആ വ്യക്തി, പിന്നെ നമ്മുടെ കേന്ദ്ര വാഴയായിട്ടുണ്ടായിരുന്ന ആളും, അവരൊന്നും പച്ചയ്ക്ക് അങ്ങനെ വർഗീയത പറയത്തില്ലെങ്കിലും പറയുന്നതൊക്കെ മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും ഒക്കെ ആയിരിക്കും. അത് കേരളത്തിലെ ജനങ്ങൾ കേട്ട് നന്നായിട്ട് ആസ്വദിച്ച് പൊട്ടിച്ചിരിക്കാറുണ്ട്. പക്ഷേ ഈ തോറ്റ പ്രഗത്ഭരായിട്ടുള്ള പ്രതിഭകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ പച്ച വർഗീയത പറയുന്നവരാ. അവരൊന്നും ജനങ്ങൾ 7 അയലത്ത് പോലും അടുപ്പിച്ചിട്ടില്ല എന്നുള്ള. പിന്നെ ഇവർക്ക് കുറച്ച് വോട്ടിംഗ് ശതമാനമൊക്കെ കൂടിയിട്ടുണ്ട്. പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് ഇവിടുത്തെ ഹൈന്ദവ മത വിശ്വാസികളുടെ മനസ്സിലേക്ക് വിദ്വേഷം ഇട്ടുകൊടുത്തതിൻ്റെ പേരിൽ കുറച്ച് വോട്ടുകൾ അവർക്ക് കൂടിയിട്ടുണ്ട്. അതെല്ലാം അടുത്ത പ്രാവശ്യത്തോടുകൂടി ഏകദേശമൊക്കെ ഒരു കട്ടയം പടമൊക്കെ മടങ്ങുന്ന രീതിയിൽ പ്രവർത്തികൾ ഇവർ കാഴ്ചവെക്കും. ഈ വീഡിയോ രസകരമായിട്ടുള്ള നല്ല അടിപൊളി വീഡിയോ അല്ലേ. സ്വന്തം BJP-യുടെ മുതലാളിയുടെ ചാനലിനകത്താണ് ഇവറ്റകളെ എടുത്തിട്ട് ഇങ്ങനെ ഊക്കിക്കൊല്ലുന്ന വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. നമുക്ക് അടുത്തൊരു പൊളപ്പൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ.